ഉണ്ട്. ആദിയിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിൽ കാലസമ്പൂർണതയിൽ മനുഷ്യന്റെ സാദൃശ്യത്തിൽ ദൈവം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന്. മനുഷ്യനായി തീർന്ന ദൈവത്തിന്റെ മുഖം ആരുടെ പോലെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി കന്യാമറിയത്തെ പോലെ ഇരിക്കുന്നു എന്നതാണ്. സാഹിത്യ ഭംഗികളും സാഹിത്യ ചിന്തകളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ പ്രത്യേകത? പരിശുദ്ധ അമ്മയിലൂടെ നാം പഠിക്കുന്നത് എന്താണ്? അമ്മയുടെ പെരുന്നാളിലൂടെ നമുക്ക് സ്വായത്തമാകുന്നത് എന്താണ്? ഒരു പെരുന്നാൾ എന്തിനെന്നും, ഒരു പെരുന്നാൾ എങ്ങനെയെന്നും, ഒരു പെരുന്നാൾ ആരോടൊപ്പമാണ് നടത്തേണ്ടുന്നത് എന്നും പരിശുദ്ധ അമ്മയുടെ പെരുന്നാളിന്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ ശ്ലൂസോയിൽ പിതാക്കന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തിനാണ് പെരുന്നാൾ നടത്തുന്നത്? പിതാക്കന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധ കന്യാമറിയത്തെ പോലെ വിശുദ്ധിയിലും വിനയത്തിലും വിവേകത്തിലും ഞങ്ങൾ വളരണമേ. ഇതാണ് ഒരു പെരുന്നാളിന്റെ ആത്യന്തികമായ ഉദ്ദേശം, ആത്യന്തികമായ ലക്ഷ്യം. വിശുദ്ധിയിലും വിനയത്തിലും വിശ്വാസത്തിലും വളരുക. അതിന് നമുക്കൊരു മാതൃകയാണ്, നമുക്ക് ഒരു മോഡലാണ് പരിശുദ്ധ കന്യാമറിയം അമ്മ. രണ്ടാമതായി, എങ്ങനെയാണ് ആ പെരുന്നാൾ നടത്തേണ്ടുന്നത്? അതേ ശ്ലൂസോയിൽ തന്നെ പിതാക്കന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്, വെടിപ്പും വിശുദ്ധിയുമുള്ള ആത്മാവാലും പാപത്താൽ കറ പുരളാത്ത ശരീരത്താലും ഈ പെരുന്നാൾ ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. വെടിപ്പും വിശുദ്ധിയുമുള്ള ആത്മാവാലും പാപത്താൽ കറ പുരളാത്ത ശരീരത്താലും. ഒരു തരത്തിൽ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് തന്നെ ഈ കോവിഡ് കാലത്തെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. കാരണം വെടിപ്പിലും വിശുദ്ധിയിലും പാപത്താൽ കറ പുരളാത്ത തരത്തിലും ഒരു പെരുന്നാൾ നടത്തുവാൻ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവം തമ്പുരാൻ ഒരുക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഈ കോവിഡ് കാലം ഒരുപക്ഷെ നമുക്ക് സംഘർഷങ്ങളുടെ കാലം എന്ന് തോന്നിയാലും അതിൽ തന്നെ ദൈവത്തിന് നിശ്ചിതമായ ഒരു പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ അമ്മയുടെ പെരുന്നാൾ എന്തിനു നടത്തുന്നു, രണ്ട്, എങ്ങനെ നടത്തുന്നു എന്നതാണ് പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതിന്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് പരിശുദ്ധ അമ്മയെ പോലെ അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവ കൃപ നിറഞ്ഞവരായി നാം മാറുക എന്നതാണ്. അമ്മ സ്വയമായി താൻ ആര് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിവ്യമായ ഒരു ഭാഗമാണല്ലോ പരിശുദ്ധ അമ്മയുടെ മറിയമിന്റെ ഗീതം എന്ന് പറയുന്ന മാഗ്നിഫിക്കാത്ത് എന്ന മറിയാമിന്റെ ഗീതം. അതിൽ പരിശുദ്ധ അമ്മ പറയുന്ന ഒരു വാചകമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് ഏവങ്കലിസ്ത എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 48-ാമത്തെ വാക്യം. ഇങ്ങനെയാണ് ആ ഭാഗം പറയുന്നത്, ഇതു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇതു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഭാഗ്യമെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് ലോട്ടറി എടുക്കുന്ന അവസ്ഥയാണ്. ലോട്ടറി എടുത്താലാണല്ലോ ഭാഗ്യം കിട്ടുന്നത്. അത് അബുദാബിയിലാണെങ്കിലും ദുബായിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അതിന്റെ മാറ്റങ്ങൾ, അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭാഗ്യം എന്ന് പറയുമ്പോൾ കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുള്ളതാണ് ഭാഗ്യം എന്നത്. എന്നാൽ ആ ഭാഗം മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തതിൽ ഉണ്ടായ ഒരു ചെറിയ അപാകതയാണ് ഭാഗ്യം എന്ന വാക്ക്. സത്യത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മക്കാറിയോസോൺ എന്ന വാക്കാണ്. മക്കാറിയോസോൺ എന്ന വാക്കിന് ഭാഗ്യം എന്നല്ല, മറിച്ച് അതിനുപയോഗിക്കുന്നത് അനുഗ്രഹം എന്ന വാക്കാണ്, ബ്ലെസ്സഡ്നെസ് എന്ന വാക്കാണ്. അത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളായി മാറി. മാതാവിന്റെ പെരുന്നാൾ നടത്തുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, ആധ്യാത്മികമായ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നാമും അനുഗ്രഹിക്കപ്പെട്ടവരായി ബ്ലെസ്സഡായി മാറുക എന്നതാണ് ഈ പെരുന്നാളിന്റെ ആത്യന്തികമായ ലക്ഷ്യം.
ഹൗ മേരി ബിക്കെയിം ബ്ലെസ്സഡ്. എങ്ങനെയാണ് അമ്മ കന്യാമറിയം അനുഗ്രഹിക്കപ്പെട്ടവളായി ബ്ലെസ്സഡ് ആയിട്ട് മാറിയത്? ഇതിന് ഉപോദ്ബലകമായ ഒരു വലിയ ചിന്ത യേശുതമ്പുരാൻ തന്റെ ഗിരിപ്രഭാഷണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം മുതലാണല്ലോ ഗിരിപ്രഭാഷണം ആരംഭിക്കുന്നത്. അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ വിശുദ്ധ മത്തായി 5-ാം അധ്യായം 1 മുതൽ 10 വരെ അവിടെ യേശുമശിഹ തമ്പുരാൻ ഭാഗ്യത്തെ കുറിച്ച്, അഷ്ടസൗഭാഗ്യങ്ങൾ എന്ന ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന ഭാഗ്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സത്യത്തിൽ അവിടെയും ഭാഗ്യം എന്ന വാക്കല്ല, അനുഗ്രഹം എന്ന വാക്കാണ്. സ്നേഹിതരെ, യേശുമശിഹ തമ്പുരാൻ തന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനായി, അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാനായി എന്തൊക്കെ യോഗ്യതകൾ ആവശ്യമുണ്ട് എന്ന് ഗിരിപ്രഭാഷണത്തിന്റെ ആദ്യ തലത്തിൽ അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ചുള്ള വിവരണത്തിലൂടെ പറഞ്ഞു എങ്കിൽ അത് ജീവിതത്തിൽ അതിനു മുമ്പേ പ്രാവർത്തികമാക്കിയവളാണ് പരിശുദ്ധ കന്യാമറിയം. ജീവിതത്തിലൂടെ ആ ഭാഗ്യത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് വരുവാനുള്ള യോഗ്യതകൾ പൂർത്തിയാക്കിയവളാണ്, അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നവളാണ് പരിശുദ്ധ കന്യാമറിയം. അതാണ് അനുഗ്രഹത്തിലേക്ക് വരുവാൻ അവൾക്ക് യോഗ്യമായി തീർന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ പെരുന്നാളിലൂടെ അനുഗ്രഹിക്കപ്പെട്ടവരായി നമുക്ക് മാറണ്ടേ? ദൈവകൃപ അനുഭവിക്കുന്നവരായി നമുക്ക് മാറണ്ടേ? ദൈവാനുഗ്രഹമുള്ളവരായി നമുക്ക് മാറണ്ടേ? അതിനെന്താണ് ചെയ്യേണ്ടുന്നത്? 1-2 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഈ ഭാഗ്യാവസ്ഥയെക്കുറിച്ച്, അനുഗ്രഹിതാവസ്ഥയെക്കുറിച്ച് ക്രിസ്തു പറയുന്ന ആ യോഗ്യതകൾ, പ്രീ റിക്വസിറ്റ്സ്, അതെങ്ങനെയാണ് അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്? അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ കഴിയുന്നത്? ഒന്നാമതായി ഈ ഭാഗ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ്, ആത്മാവിൽ ദരിദ്രൻ ഭാഗ്യവാൻ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ബ്ലെസ്സഡ് ആർ ദോസ് ഹു ആർ പൂവർ ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ ദരിദ്രൻ ഭാഗ്യവാൻ, സ്വർഗരാജ്യം അവനുള്ളത്. എന്താ ഈ ആത്മാവിലെ ദാരിദ്ര്യം എന്ന് വെച്ചാൽ? ദാരിദ്ര്യം എന്ന് വെച്ചാൽ ഇല്ലാത്ത അവസ്ഥയാണ്. വസ്ത്രത്തിൽ ദാരിദ്ര്യം എന്നാൽ വസ്ത്രമില്ല, ആഹാരത്തിൽ ദാരിദ്ര്യം എന്നാൽ ആഹാരമില്ല, പണത്തിൽ ദാരിദ്ര്യം എന്നാൽ പണമില്ല. അപ്പോൾ ആത്മാവിൽ ദാരിദ്ര്യം എന്ന് വെച്ചാൽ ആത്മാവില്ലാത്ത അവസ്ഥയാണ്. അല്ല, പൗരസ്ത്യ പിതാക്കന്മാർ ഓർമ്മപ്പെടുത്തുന്നത് ആത്മാവിലെ ദാരിദ്ര്യം എന്ന് വെച്ചാൽ നിസ്സഹായ അവസ്ഥയാണ്. എ സ്റ്റേറ്റ് ഓഫ് ഹെൽപ്ലെസ്നെസ്, നിസ്സഹായതയുടെ അവസ്ഥ, ആരും സഹായമില്ലാത്ത അവസ്ഥ, ആരും കാണാത്ത അവസ്ഥ, ആരും നമ്മെ സഹായിക്കുവാനില്ലാത്ത അവസ്ഥ. ആ നിസ്സഹായതയുടെ കെഞ്ചുന്ന അവസ്ഥയാണ് ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ദാരിദ്ര്യം എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക് ടോക്കോയ് എന്ന വാക്കാണ്. ടോക്കോയ് എന്ന വാക്കിന് കെഞ്ചുക, ബെഗിങ്, യാചിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നമ്മുടെ ആരാധന മുഴുവനും യാചനകളാണ്. അതുകൊണ്ടാണല്ലോ യാചിക്കേണ്ടും സമയം എന്ന ആരാധനാ ഗീതം. എല്ലാം യാചിക്കുകയാണ്. ആരാണ് ആത്മാവിൽ ദരിദ്രൻ? ദൈവ മുമ്പിൽ യാചിക്കുകയാണ്. ഞാൻ ആരുമല്ല, ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ദൈവ മുമ്പിൽ യാചിക്കുന്നവനാണ് ആത്മാവിൽ ദരിദ്രനായ മനുഷ്യൻ. സ്നേഹിതരെ, അതാണ് ആത്മാവിലെ ദാരിദ്ര്യ അവസ്ഥയ്ക്ക് യോഗ്യതയെങ്കിൽ ആ യോഗ്യത തന്റെ ജീവിതത്തിലൂടെ കാട്ടിക്കൊടുത്തവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് കന്യാമറിയം പറയുന്നത്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഞാൻ കർത്താവിന്റെ ദാസി, ഐ ആം ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ഗോഡ്. ഞാൻ കർത്താവിന്റെ ദാസിയാണ് എന്ന ചിന്തയാണ് ആത്മാവിലെ ദാരിദ്ര്യാവസ്ഥ. അതാണ് അനുഗ്രഹത്തിലേക്ക് വളരുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഇടയായത്. അമ്മ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്ന 3 വാക്കുകളുണ്ട്. 1, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. 2, അവന്റെ നാമം പരിശുദ്ധം തന്നെ. 3, അമ്മ ഓർമ്മപ്പെടുത്തുകയാ, അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറയോളം ഇരിക്കും. ഇത് ഒരു അമ്മുമ്മ കഥയിലെ
കഥാപാത്രത്തിന്റെ വാക്കല്ല. ഇതൊരു ഐതിഹ്യമല്ല. ലോകത്തിന്റെ ചരിത്രത്തിൽ ദൈവം മനുഷ്യനായി പിറന്നപ്പോൾ ആ രൂപാന്തര പ്രക്രിയയിൽ, രൂപീകരണ പ്രക്രിയയിൽ ദൈവം ഉപയോഗിച്ച ഒരു മാധ്യമത്തിന്റെ വാക്കുകളാണ് നാം കാണുന്നത്, കേൾക്കുന്നത്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കും. സ്നേഹിതരെ, മറ്റൊന്നിനോടും താരതമ്യം ചെയ്യാനാകാത്തതും മറ്റൊന്നിനും പകരം വെക്കാനാകാത്തതുമായ ഒരു ദൈവബന്ധം ഉണ്ടാക്കുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുന്നത്. എ കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തിൽ പൂർണ്ണമായി മനസ്സുറപ്പിച്ച്, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് അനുഗ്രഹത്തിന്റെ തലത്തിലേക്ക് ഉയരുവാൻ, വളരുവാൻ കഴിയുന്നത്. അമ്മയുടെ ജീവിതം മുഴുവൻ അത് നാം കാണുകയാണ്. ആദ്യം മുതൽ അവസാനം വരെയും പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന അവസ്ഥ. ഇതാണ് ഹിന്ദു സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇതെല്ലാം ഞാൻ നേരിടുന്നത്? അതിന് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, ദിവ്യമായ ഒരു മറുപടിയുണ്ട്. സർവധർമ്മൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. നീ മറ്റെല്ലാം മറന്ന് എന്നിൽ ആശ്രയിക്കുക. 55-ാം സങ്കീർത്തനം 25-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല. ദാവീദ് അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ സന്നദ്ധിയിൽ നിന്നുമാകുന്നു. നമുക്ക് ദൈവത്തിലുള്ള ഒരു കംപ്ലീറ്റ് ട്രസ്റ്റ്, ഒരു പൂർണ്ണ ആശ്രയത്വം നമുക്ക് എപ്പോഴാണ് സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്നത്? അവിടെയാണ് വെടുപ്പും വിശുദ്ധിയുമുള്ള ആത്മാവോടും പാപപങ്കിലമാകാത്ത ശരീരത്തോടും കൂടെ ഈ അമ്മയുടെ പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുന്നത്. ഒന്ന്, ദൈവാശ്രയത്വമാണ് മാതാവിന്റെ അനുഗ്രഹീതാവസ്ഥയ്ക്ക് കാരണമെങ്കിൽ, രണ്ടാമതായി നാം കാണുകയാണ് മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ അമ്മയുടെ ജീവിതമാണ് ആ അനുഗ്രഹത്തിന് കാരണമായി മാറിയത്. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ഒത്തിരി സന്ദർഭങ്ങൾ പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ പോലും പറയുന്ന സന്ദർഭങ്ങളൊക്കെ മറ്റുള്ളവരുമായി സ്നേഹത്തിന്റെ, കടപ്പാടിന്റെ ബന്ധത്തിൽ അമ്മ ജീവിച്ചു എന്നുള്ളതാണ്. വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ അമ്മയുടെ ഒരു യാത്രയെ കുറിച്ച് പറയുന്നുണ്ട്. ലൂക്കോസ് എന്ന വൈദ്യൻ വളരെ സ്പെസിഫൈ ചെയ്ത് കാര്യങ്ങൾ പറയുന്നയാളാണ്. അദ്ദേഹം മറിയമിന്റെ യാത്രയെ കുറിച്ച് പറയുന്നത്, ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു എന്ന് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. In those days Mary arose and went with haste into the hilly country to a city of Judea. ഇംഗ്ലീഷിൽ with haste എന്ന് പറയുന്നു, മലയാളത്തിൽ ബന്ധപ്പെട്ടു എന്ന് പറയുന്നു. ബന്ധപ്പാട് നമുക്കറിയാം, നമ്മുടെ സാധാരണ മലയാളത്തിൽ നാം ഉപയോഗിക്കുന്ന ബന്ധപ്പാടെന്ന് പറയുന്നത് ഈ ശല്യം ഒന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള ചിന്തയാ ബന്ധപ്പാടെന്ന് പറയുന്നത്. അതിന്റെ വിവരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ഇവിടെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് ഹേസ്റ്റ് എന്ന വാക്കാണ്. എ സ്പീഡി ആക്ഷൻ എന്നാണ് ഹേസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം. എന്നാൽ ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക് സ്പൂഡേ എന്ന വാക്കാണ്. സ്പുഡേസ് എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത്. സ്പുഡേ എന്ന വാക്കിന് 3 അർത്ഥങ്ങളാണ് ഉള്ളത്. ഒന്ന്, an action with responsibility. 2, an action with sincerity. 3, an action with humility. ഒന്ന്, an action with responsibility, ഉത്തരവാദിത്ത ബോധത്തോടെയുള്ള പ്രവർത്തനം. 2, an action with sincerity, ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനം. 3, an action with humility, മറ്റൊരാൾക്ക് ഞാൻ സഹായം ചെയ്യുന്നു എന്ന പേര് കാട്ടാത്ത പ്രവർത്തനം. അതാണ് സ്പൂഡേ എന്ന വാക്കിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളൊക്കെ നോക്കുക. എലിസബത്തിനെ കാണാൻ പോകുമ്പോഴും ഇനിയും യേശുമശിഹ തമ്പുരാന്റെ പ്രവർത്തന സമുദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്ന കാനാവിലെ കല്യാണ സമയത്തും അവിടെയെല്ലാം
പരിശുദ്ധ അമ്മയെ അന്വേഷിക്കുന്നത് ഉത്തരവാദിത്വത്തിന്റെയും ആത്മാർത്ഥതയുടെയും താഴ്മയുടെയും പ്രത്യേകതയും പ്രവർത്തനവുമാണ്. ഞാൻ ചെയ്യുന്നത് മറ്റൊരാൾ അറിയരുത് എന്ന ബോധപൂർവമായ സമീപനം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് അങ്ങനെയാണോ ചെയ്യുന്നത്? യേശുമിശിഹ പറയുന്നുണ്ട്, ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുത്. അത് വെറുതെ പറയുക മാത്രമായിരുന്നില്ല, ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ ഇത് പ്രവർത്തിക്കുകയായിരുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ക്രിസ്തുവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ആദ്യ ഘട്ടമാണ്, ആദ്യ അത്ഭുതമാണ് കാനാവിലെ കല്യാണം. ആ കാനാവിലെ കല്യാണത്തില് കൽഭരണികളിൽ വെള്ളം നിറച്ച് ശൂന്യതയായിരുന്ന, സങ്കടമായിരുന്ന ആ കല്യാണ വീട്ടിൽ കൊടുക്കുകയാണ്. പക്ഷെ ക്രിസ്തുവിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഇത് ഉണ്ടാക്കി കൊടുത്തത് ഞാനാണ് എന്ന് അവരറിയരുത് എന്ന്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ വളരെ രസകരമായി, വളരെ ഹൃദയസ്പർശിയായി എഴുതിയിരിക്കുന്നത്, ഈ വീഞ്ഞ് എങ്ങനെയുണ്ടായി എന്ന് വിരുന്നുവാഴി അറിഞ്ഞില്ല, ഉണ്ടാക്കി കൊടുത്ത അഥവാ വെള്ളം കോരിയ വേലക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. മറ്റൊരാളിന്റെ അഭിമാനം നഷ്ടപ്പെടുത്തരുത്. ഇതാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകേണ്ട മാനദണ്ഡം. നാം ചെയ്യുന്ന ഒരു പ്രവർത്തനവും മറ്റൊരാളിന്റെ അഭിമാനം നഷ്ടപ്പെടുത്തരുത്. പരിശുദ്ധ അമ്മ ആ തരത്തിലാണ് ജീവിച്ചിരുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിലേക്ക് വരുവാനുള്ള പരിശുദ്ധ അമ്മയുടെ 2 പ്രത്യേകതകളാണ് നാം ഇന്ന് കേട്ടത്. ഒന്ന്, ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയത്വം, ആത്മാവിലെ ദാരിദ്ര്യാവസ്ഥ, നിസ്സഹായ അവസ്ഥ, ദൈവ മുമ്പിൽ കെഞ്ചുന്ന അവസ്ഥ. രണ്ടാമതായി, മറ്റുള്ളവർക്ക് നന്മ കൊടുക്കണം. ആ നന്മ കൊടുക്കുമ്പോൾ അത് മറ്റൊരാളിന്റെ അഭിമാനക്ഷതം ഏൽപ്പിക്കപ്പെടരുത് എന്ന ചിന്തയോടുകൂടിയുള്ള പ്രവർത്തനം. ഇത് അനുഗ്രഹത്തിലേക്ക് വരുവാൻ, ആ നന്മയിലേക്ക് വരുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് പ്രേരകമായി മാറിയെങ്കിൽ ഇന്നും അമ്മ നമ്മുടെ ഇടയിൽ ഈ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമുക്കൊരു മാതൃകയായി പരിശുദ്ധ അമ്മ നിൽക്കുകയാണ്. നമ്മുടെ ജീവിതം അമ്മയോട് ചേർന്ന് വെടിപ്പിലും വിശുദ്ധിയിലും വളരുവാനും, വിശുദ്ധിയും വിനയവും വിശ്വാസവും ഉള്ളവരായി പരിശുദ്ധ അമ്മയെ മാതൃകയാക്കി ജീവിക്കുവാനും ദൈവം എല്ലാ കൃപകളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ സംഘർഷാവസ്ഥയിലൂടെയൊക്കെയാ നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ അമ്മ നമുക്ക് തരുന്ന വലിയൊരു പ്രതീക്ഷയുണ്ട്. ജീവിതത്തിന്റെ മുമ്പിൽ ഒരു സങ്കടം മുമ്പിൽ നിൽക്കുന്ന അവസരത്തിൽ പോലും, സങ്കടം എന്ന് പറയുന്നത് എന്നെങ്കിലും ഉണ്ടാകുന്ന ഏതെങ്കിലും ഒന്നിനെയല്ല സങ്കടം എന്ന് പറയുന്നത്, മറിച്ച് ഒരു സങ്കടം മുമ്പിൽ നിൽക്കുന്നു എന്ന ബോധ്യത്തോടെ ജീവിക്കുക. ആ പ്രതിസന്ധിയെ, മുമ്പിലുള്ള പ്രതിസന്ധിയെ കണ്ടുകൊണ്ട് ജീവിക്കുക. ഇതിൽ പരമായിട്ടുള്ള ഒരു സഹനം വേറെയുണ്ടോ? ശീമോൻ അതുകൊണ്ടാ പറയുന്നത്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കിടക്കും. കാനാവിലെ കല്യാണത്തിൽ ആരംഭിച്ച ആ വാളിന്റെ ആത്മീകത കാൽവറിയിൽ അവസാനിക്കുമ്പോഴും അത് തുടരുമ്പോഴും പരിശുദ്ധ അമ്മ അവിടെ അനുധാവനം ചെയ്യുകയാണ്. അമ്മ നമുക്ക് ഇന്നത്തെ സംഘർഷങ്ങളെ നേരിടുവാനുള്ള നല്ല മാതൃകയായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ വിരമിക്കുകയാണ്. ഈ അമ്മയുടെ പെരുന്നാൾ അനുഗ്രഹത്തിന്റെയും നന്മയുടെയും പെരുന്നാളായി മാറട്ടെ. സംഘർഷങ്ങളെ നേരിടുവാനുള്ള ഉൾക്കരുത്ത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ നമുക്ക് ലഭ്യമാകട്ടെ. അതിന് പൂർണ്ണമായി ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. മറ്റുള്ളവർക്ക് അഭിമാന ഭഞ്ജനം കൂടാതെ നന്മ ചെയ്യുവാൻ ശീലിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സർവശക്തനായ ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.